നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഉപരിപഠനത്തിനോടനുബന്ധമായിട്ട് ജോലി ചെയ്യാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം. അതൊന്നും സാരമില്ല, 1-2 മണിക്കൂർ ജോലി ചെയ്യാനുള്ളൊരവസരം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വ്യക്തമായുള്ള നിർദ്ദേശം തേടി, വിദഗ്ധമായുള്ള ഉപദേശവും തേടി പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കും. അതിൽ നിന്നും അനുഭവഫലങ്ങളൊക്കെ തന്നെ 1-1.5 വർഷത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഇടവരും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഒരുപക്ഷെ ഏപ്രിൽ മെയ്യോടുകൂടി പൂർത്തീകരിച്ചു വരുന്നു എങ്കിൽ പോലും ജൂലൈ മാസത്തിൽ അന്യനാട്ടിൽ നിന്നും മക്കൾ അവധിയെടുത്ത് വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ജൂലൈ മാസത്തിലും വരികയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വല്പം അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കുന്നത് ഗുണകരമായി തീരും. പല ബന്ധുക്കൾക്കും അത് പങ്കെടുക്കുവാനും ഉപകരിക്കുവാനും ഇടയുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആദ്യം ഒരു ആത്മവിശ്വാസം കുറയുക, ആധി ഉണ്ടാകുവാനിടയുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ അവസരമുണ്ടാകുവാൻ ഇടയുണ്ട്. മഹത് വ്യക്തികളുടെ പ്രവൃത്തി പരിചയം, വിജ്ഞാനം, ഇത്രയും കാലത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള കൃത്യമായുള്ള ദിശാബോധത്തോടുകൂടിയതായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവയെല്ലാം അവലംബിച്ചുകൊണ്ട് സ്വന്തമായിട്ടുള്ള പല കാര്യങ്ങൾക്കും രൂപകൽപ്പന ചെയ്യുവാൻ അവസരമുണ്ടാകും. ഇത് ഭാവിയിലേക്ക് വളരെ ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ഭക്ഷണ രീതികളും അനുവർത്തിക്കുവാനും അതിനോടൊപ്പം തന്നെ സ്വല്പം വ്യായാമം, യോഗ എന്നിവ ശീലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യോഗ പരിശീലനത്തിന് ചേരുവാനും ഇടയുണ്ട്. ഭിന്നാഭിപ്രായങ്ങൾ പല മേഖലകളിൽ നിന്നും വന്ന് ചേരുവാനിടയുള്ളതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഒരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാം. എന്നാൽ മേലധികാരികളുടെ അനുഭവജ്ഞാനത്തോടുകൂടി ഉള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും അവലംബിക്കുന്നതും ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടവരും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ ഇടയുണ്ട്. വ്യാപാര മേഖലകളിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മാന്ദ്യം ഉണ്ടാവാതിരിക്കാൻ തക്കവണ്ണം വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റു വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങളോ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളോ വന്നു ചേരുവാൻ ഇടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാൻ സാധ്യത കാണുന്നു. മാതാപിതാക്കളുടെ ഹിതമനുസരിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി ജന്മനാട്ടിൽ അവധിയെടുത്ത് ജന്മനാട്ടിൽ വന്നു പോകുവാൻ തീരുമാനിക്കും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗമുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും ഇടവരും. മംഗളകർമ്മങ്ങളിൽ വേണ്ടപ്പെട്ടവരെ അനുഗ്രഹിക്കാൻ അവസരമുണ്ടാകും. സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ സ്ഥാപനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില ജോലിക്കാർക്ക് അസ്വാരസ്യങ്ങളുണ്ടാകാമെങ്കിൽ പോലും അതൊരു പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി നിർദ്ദേശങ്ങളൊക്കെ നൽകുവാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി നിർദ്ദേശങ്ങൾ നൽകുവാൻ ഇടവരും. പൗരാണിക സമ്പ്രദായവും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. സഹവർത്തിത്വ ഗുണത്താൽ സച്ചിന്തകൾ വർദ്ധിക്കാനിടവരും. വിജയപ്രതീക്ഷകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുന്നത് വഴി അഹംഭാവം ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം പ്രയത്നത്തിൻ്റെ നേട്ടമല്ല സമൂഹപരമായിട്ട് ചെയ്യുന്നതും സ്ഥാപനത്തിൻ്റെ ദിശാബോധത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിൽ ആത്മാഭിമാനത്തോടുകൂടി ഇനിയും ചുമതലകൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുവാനും മേലധികാരികളെ ആശയവിനിമയങ്ങൾ നടത്തുവാനും ഇടയുണ്ട്. കഴിവിനും പ്രയത്നത്തിനും അനുകൂലമായുള്ള അംഗീകാരം ലഭിക്കും. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട
പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുവാനിടവരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അഗ്നി, ആയുധം, ധനം, വാഹനം ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. പല കാര്യങ്ങളും മറന്നു പോകുവാനിടയുള്ളത് കൊണ്ട് എല്ലാം എഴുതി വെച്ചും കൊണ്ടും മനനം ചെയ്തും കൊണ്ടും ജോലിക്കാരെ എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിച്ചും കൊണ്ടും ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ പൊതുവെ കുറച്ചൊരു മനസ്സിന് സ്വല്പം സാന്നിധ്യക്കുറവുണ്ടാവാം. എന്നാൽ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനുള്ള അവസരം ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളെ കൊണ്ടും 1-2 ദിവസം അവധി ദിവസങ്ങളിൽ പോലും ജോലി ചെയ്തും കൊണ്ടും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനുമുള്ള അവസരം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും മനസ്സിലുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അനുകൂലമായി തീരുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും. നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ ഇടവരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പുനരുദ്ധാരണത്തിന് തയ്യാറാകുവാനും സ്വല്പം അധിക ചെലവ് അനുഭവപ്പെടുവാനിടവരുമെങ്കിൽ പോലും കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കാൻ തക്കവണ്ണം അതിന് തക്കവണ്ണമുള്ള വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കുക എങ്കിൽ പോലും സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവയെ കൊണ്ട് 3-4 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പലപ്പോഴും തൊഴിൽ മേഖലകളിൽ ഔചിത്യമുള്ള സമീപനം ശൈലി അവലംബിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരും. പലപ്പോഴും പല പരീക്ഷണം എന്നുള്ള നിലയിലാണ് പല കാര്യങ്ങളും ചെയ്യുക. എന്നിരുന്നാൽ പോലും അതിലൊരു നേട്ടവും അതിലനുഭവങ്ങളും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കാനിടവരും. അവസ്ഥാഭേദങ്ങൾക്കനുസരിച്ച് തൊഴിൽ മണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നത് കാലോചിതമായിട്ട് ഉദ്ധരിക്കുവാനും പ്രവർത്തിക്കാനും ഉപകരിക്കും. മക്കളുടെ ക്ഷണം സ്വീകരിച്ചും കൊണ്ട് ഓണക്കാലത്തിനോടനുബന്ധമായിട്ട്, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ വികസിത രാഷ്ട്രത്തിലേക്ക് പോകുവാനായിട്ട് അതിനു വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ കൃതാർത്ഥതയും സമാധാനവും ആശ്വാസവും ഉണ്ടാകും. ആത്മാർത്ഥ സുഹൃത്തിന് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്തുത്യർഹമായിട്ടുള്ള സേവനം കാഴ്ചവെക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ ആശ്വാസത്തിന് യോഗം മാത്രമല്ല, സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളോ അർദ്ധമനസ്സോടുകൂടിയൊക്കെ ആയിരുന്നു എങ്കിൽ പോലും ഇതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശ പര്യടനത്തിനോ വിദേശയാത്രയ്ക്കോ വിദേശ ഉദ്യോഗത്തിനോ അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിന് യോഗം കാണുന്നു. 6-7 മാസമായിട്ട് ജോലി നഷ്ടപ്പെട്ടുള്ളൊരവസ്ഥ മാറി അവസരങ്ങൾ വന്നു ചേരുകയും അപേക്ഷകളിൽ കൃത്യമായിട്ടുള്ള മറുപടി വന്ന് ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പല വിധത്തിലുള്ള ഇൻ്റർവ്യൂവിനൊക്കെ ധാരാളം പങ്കെടുക്കുവാനിട വരും. അതിൽ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള ഒരു ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ 2027 നടക്കാൻ പോകുന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെയും വലിയ സ്ഥാപനത്തിൻ്റെയും ഒരു മുന്നോടിയായിട്ടുള്ള പ്രവർത്തന ശൈലി, പ്രവർത്തന രംഗമായിരിക്കാം ഇത്. അതായത് ഇപ്പോൾ സ്വീകരിക്കുന്ന ജോലി 2027 ജൂൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൃഹത് സ്ഥാപനത്തിലേക്ക് വഴിയൊരുക്കാൻ തക്കവണ്ണമുള്ള അവസരത്തിനനുസരിച്ചുള്ള ഒരു ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും.
ഭൂമി ക്രയവിക്രയങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. വേണ്ടപ്പെട്ടവർ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടും അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. മേലധികാരികളുടെ കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തനങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ 1-2 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബൃഹത് പദ്ധതികൾ ഉപേക്ഷിച്ച് ഹ്രസ്വകാല പദ്ധതികളൊക്കെ തുടക്കം കുറിക്കാനിടവരും. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പുതിയ പ്രസ്ഥാനത്തിൻ്റെ ഭരണ ചുമതലകൾ ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ ഏർപ്പെടുന്നത് വഴി കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ പലപ്പോഴും ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ബന്ധുമിത്രാദികളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനുള്ള അവസരം ഒരുപക്ഷെ സ്വീകരിക്കുന്ന വ്യക്തികളുടെ ആവശ്യം തന്നെ ആയിരിക്കാം അതിന് ഏറ്റവും പ്രാമുഖ്യം. ഇത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും അതിലുപരി അനുഭവജ്ഞാനത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടവരും. അമിത വേഗതയുള്ള വാഹന ഉപയോഗം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ പല മേഖലയിൽ നിന്നും വന്നു ചേരുവാനിടയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അമിതമായിട്ടുള്ള അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിലെ അപാകതകളെ കൊണ്ട് ഒരുപക്ഷെ ഷോക്കടിക്കുവാനുള്ള സാധ്യത പോലും ഈ ഒരു മാസത്തിൽ യോഗമുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നുകൂടി സൂചിപ്പിക്കുന്നു. ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കുവാനായിട്ട് വ്യായാമത്തിന് പ്രാധാന്യം നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വന്തം ആശയവും അന്യരുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിച്ചുകൊണ്ടും മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യുന്നു അതിൽ നിന്നും നല്ല അംശത്തെ സ്വീകരിച്ചുകൊണ്ട് അവലംബിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. അധപ്പതിച്ചു കിടക്കുന്ന പ്രസ്ഥാനത്തിന് പുനർജീവൻ നൽകുവാനുള്ള അവസരമുണ്ടാകുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടപ്പെട്ടവരെ കാണേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചുകൊണ്ട് പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യത കാണുന്നു. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. പുതിയ ഭരണ സംവിധാനം പല ജോലിക്കാർക്കും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങളിലെല്ലാം തന്നെ ലഘൂകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കും. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. നിലവിലുള്ള ജോലിയിൽ ഇനി ഭാവിയിലേക്ക് ഉയർച്ചകളോ അല്ലെങ്കിൽ ധാരാളം അവസരങ്ങളോ വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ തക്കവണ്ണം അവസരമുണ്ടാവുകയും അതിനെ സ്വീകരിക്കാൻ പോലും ഈ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.